എൻ്റെ സഹോദരരെ, ദുഃഖങ്ങളും വേദനകളും നിരാശകളും ഉണ്ടാകുമ്പോൾ ഉദാസീനരാകാതെ കർത്താവിലേക്ക് തിരിവിൻ. നമ്മൾ എത്രമാത്രം കർത്താവിൽ നിന്ന് അകന്നുവോ അതിൻ്റെ 7 ഇരട്ടി ഈശോയിലേക്ക് അടുക്കുക. കൂടെയുള്ള തകർച്ചകളും വേദനകളും ഉണ്ടാകുമ്പോൾ ഒന്നോർക്കുക, നമുക്ക് ശത്രുക്കളുണ്ട്. ഈശോ ഒരിക്കലും നമ്മൾ ദുഃഖിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും സുഖങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വേണ്ടുന്ന വിധം വേണ്ടുവോളം ആസ്വദിക്കാം. അത് ആസ്വദിക്കുന്നത് നമുക്ക് തോന്നുന്ന പോലെയല്ല, ഈശോയുടെ ഇഷ്ടമനുസരിച്ചാണ്. നമ്മൾ മക്കളെ സൃഷ്ടിച്ച് മക്കൾക്ക് ജന്മം നൽകി കഴിയുമ്പോൾ മക്കളുടെ ഇഷ്ടത്തിനാണോ നമ്മളിൽ? നമുക്ക് മക്കളെക്കുറിച്ചൊരു സ്വപ്നങ്ങളില്ലേ? അതുപോലെയാണ് നമ്മുടെ ഈശോയും. ഈശോ എന്താണ് വചനത്തിലൂടെ നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാം. മിക്ക പ്രവാചകൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലായാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഈശോയെ തെറ്റുപറ്റിപ്പോയി അങ്ങിൽ നിന്ന് അകന്നു പോയതിൽ എനിക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടബാധകളും ഭവനമില്ലാതെയും ജോലിയില്ലാതെയും സമാധാനമില്ലാതെയും മക്കളുടെ തെറ്റായ ജീവിതത്തിലും വിഷമിച്ചപ്പോൾ ഈശോയെ പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കാതെ വന്ന നിമിഷത്തിന് വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരാളോടെങ്കിലും നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചോ ഒരു വചനത്തെക്കുറിച്ചോ ദൈവവചനം ആരോടെങ്കിലും സംസാരിച്ചിരിക്കണം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈശോയെ അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ മക്കൾക്ക് ജോലി ലഭിച്ചു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. അതുപോലെ ഈശോയ്ക്ക് നന്ദിയുള്ള